1967 നക്സൽബാരി ഗ്രാമത്തിൽ നടന്ന കർഷക പ്രക്ഷോഭത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോയിസത്തിന്റെ പ്രത്യയശാസ്ത്രത്താൽ നയിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ഭരണകൂടം ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ ഇവർക്കിടയിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇവരാൽ നയിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ ഒരു നീണ്ട സായുധ പോരാട്ടമായി ഇത് വളരുന്നതും പടരുന്നതും. ഭൂ അസമത്വം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. അടിസ്ഥാന വർഗ ജനത അതിഭീകരമായി ചൂഷണം ചെയ്യപ്പെട്ടിരുന്നത് സത്യമാണ്. പക്ഷെ ഇതിനൊക്കെ പകരമായി വേണ്ടുന്നത് മുതലാളിയുടെ അല്ലെങ്കിൽ ചൂഷണം ചെയ്ത ആളുടെ ചോരയല്ല എന്നുള്ളതാണ് ആധുനികത. അവരുടെ ജനാധിപത്യം വേണം, അവിടെ തെരഞ്ഞെടുപ്പ് വേണം, സാധാരണക്കാർക്ക് അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ജനാധിപത്യ മൂല്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതിനൊക്കെ പകരമായി ആയുധമെടുത്ത് പോരാടുക, സിസ്റ്റത്തെ ആയുധം കൊണ്ട് അട്ടിമറിക്കുക, ആക്രമണങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളെ കൊന്നു തീർക്കുക എന്നുള്ളൊരു രീതി അത് തീവ്രവാദം തന്നെയാണ്. ഗസയിൽ അത് ഹമാസ് ആണെങ്കിൽ ഇന്ത്യയിൽ അത് മാവോയിസ്റ്റുകളാണെന്ന് മാത്രം. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സ്വാധീനിക്കപ്പെടുന്ന ചാരു മജുംദാറും കാനു സന്യാലും ജംഗൽ സന്താൽ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിലെ നക്സൽബാരിയിൽ നടന്ന കർഷക കലാപത്തോടെ ആരംഭിച്ച ഈ മൂവ്മെന്റ് 1969 CPM-ൽ നിന്നും വേർപിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആയി രൂപീകരിക്കപ്പെടുന്നു. 1980-കളിൽ പീപ്പിൾസ് വാർ ഗ്രൂപ്പ്, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെന്റർ പോലുള്ള പുതിയ ഗ്രൂപ്പുകളുടെ രൂപീകരണം ഉണ്ടാവുന്നു. പിന്നീടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് രൂപീകരിക്കപ്പെടുന്നത്. റെഡ് കോറിഡോറിൽ ഇന്ത്യ മുഴുവൻ സാന്നിധ്യമുള്ള ഒരു ഏകീകൃത സേനയെ ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. തുടർച്ചയായ ശ്രമങ്ങൾ മാവോയിസ്റ്റ് സ്വാധീനം കുറയ്ക്കാൻ നിലവിൽ ഇപ്പോൾ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തനം പ്രധാനമായും ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രധാന നേതാക്കളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞു. വർദ്ധിച്ച കീഴടങ്ങലുകളുണ്ട് മാവോയിസ്റ്റുകൾ. അതൊക്കെ ഇവർക്ക് തിരിച്ചടിയാവുന്നുണ്ട്. ചില അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ കൂട്ടർ സജീവമാണെങ്കിലും പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യവും കഴിവുകളും ആൾബലവും ഒക്കെ കുറഞ്ഞിട്ടുമുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം അത് അതിന്റെ അവസാന ഘട്ടത്തിലാണ്, അതായത് അവസാന ശ്വാസം വലിക്കുകയാണ് മാവോയിസം ഇന്ത്യയിൽ എന്നുള്ളതാണ്. കിഴക്ക് ജാർഖണ്ഡ് മുതൽ പടിഞ്ഞാറ് മഹാരാഷ്ട്ര വരെ വ്യാപിച്ചു കിടന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി എന്ന് വിളിച്ച ഇടത് തീവ്രവാദത്തിനാണ് ഇപ്പോൾ അമിത്ഷായും സംഘവും മൂക്കുകയറിടുന്നത്.